ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പുതിയ ഒരാഴ്ച ഒത്തിരി പ്രതീക്ഷകളോടെ, പ്രാർത്ഥനകളോടെ നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രതീക്ഷകളും എല്ലാം തിരിച്ചറിയുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ വിശ്വസ്തനാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങളത് കേൾക്കുമെങ്കിൽ ഒരു 20-25 ഏറിയാൽ ഒരു 30 മിനിറ്റുള്ള ഈ സന്ദേശത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ആഴ്ച നിനക്കൊരു അനുഗ്രഹമായി മാറും. രക്ഷ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് രക്ഷ? അതിനെക്കുറിച്ച് പൂർണ്ണമായും പറയാൻ ഒരിക്കലും 30 മിനിറ്റോ 1 മണിക്കൂറോ നമുക്ക് പര്യാപ്തമല്ല. എങ്കിലും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ളതും എനിക്കും നിങ്ങൾക്കും ധൈര്യമുള്ളതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷാകരമാകുന്ന ഒരു നാമം, ഒരു പദ്ധതിയോടെ ദൈവം ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആകുല ചിന്തകളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഉത്കണ്ഠകളിൽ, ആശങ്കകളിൽ, ഭയത്തിൽ ഒന്നും തന്നെ ഞാനും നിങ്ങളും തളയ്ക്കപ്പെടാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. അതൊക്കെ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ഒരുപക്ഷെ എൻ്റെ മേൽ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഇതിനകത്തുള്ള ചിലരോട് ഉത്കണ്ഠയോടെ ഇരിക്കുന്ന, ആശങ്കയോടെ ഇരിക്കുന്ന, ഭയത്തോടെ ഇരിക്കുന്ന, ഭീതിയോടെ ഇരിക്കുന്ന, ശങ്കയോടെ ഇരിക്കുന്ന, സംശയത്തോടെ ഇരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു, ആ അവസ്ഥകളിൽ നിന്ന് നിന്നെ രക്ഷ ചെയ്തെടുത്ത് ഈ ഒരാഴ്ചയും നിന്നെ അനുഗ്രഹമാക്കി നടത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എൻ്റെ ദൈവം അതിന് താങ്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ്. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമം, അത് സകല ചരാചരങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. എന്താണ് രക്ഷ? ചുരുക്കി പറയാം, അല്ലെങ്കിൽ എന്തിൽ നിന്നുമാണ് നാം രക്ഷ പ്രാപിക്കേണ്ടത്? യേശുക്രിസ്തു എന്ന ഒരുവന്റെ മരണം സകല മാനവർക്കും രക്ഷയ്ക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും? സാധാരണ അർത്ഥത്തിൽ രക്ഷ എന്നത് അപകടങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നുമുള്ള ഒരു വിടുതലാണ്. നമ്മുടെയൊക്കെ അറിവിൽ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥകളിൽ നിന്നൊക്കെയാണ്. എന്നാൽ രക്ഷ എന്ന വാക്കിന് ജയം, ആരോഗ്യം, സംരക്ഷണം എന്നീ അർത്ഥങ്ങളും കൂടെ ഉണ്ട്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായി കഴിയും. വേദപുസ്തകത്തിൽ രക്ഷ എന്ന വാക്ക് പാപത്തിൽ നിന്നുമുള്ള ആത്മീയ രക്ഷയെക്കുറിച്ചും ഒപ്പം ഭൗതികമായ വിടുതലിനെ കുറിച്ചും പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവെഴുത്ത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായും ഈ സന്ദേശത്തിൽ നിന്ന് ഏതൊന്നിൽ നിന്നാണോ വിടുതൽ വേണ്ടത്, ആ ഒരു വിടുതൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതാണ്. കാരണം ഭൗതികമായ ഒരു വിടുതലിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ആത്മീയമായ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും
ഇക്കൂട്ടത്തിലുണ്ട്. രണ്ടു കൂട്ടരെയും സ്പർശിക്കത്തക്ക നിലയിൽ ഇന്നത്തെ ഈ സന്ദേശം സർവശക്തനായ ദൈവം മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രക്ഷ എന്ന ഈ വാക്ക് പാപത്തിൽ നിന്നും അതുപോലെ ആത്മീയ രക്ഷയെക്കുറിച്ചും ഭൗതികമായ ഒരു വിടുതലിനെ കുറിച്ചും പറയാനായി ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ രക്ഷ എന്ന് പറയാൻ ഒന്നിലധികം എബ്രായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായി കാണുന്ന ഒരു എബ്രായ പദം യാസ എന്ന വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം രക്ഷിക്കുക, പ്രതിസന്ധികളിൽ സഹായിക്കുക, വിടുവിക്കുക, സ്വതന്ത്രമാക്കുക എന്നിവയാണ്. രക്ഷിക്കുക, അതുപോലെ തന്നെ ആമേൻ, രക്ഷിക്കുക, സ്വതന്ത്രമാക്കുക, പ്രതിസന്ധികളിൽ സഹായിക്കുക എന്ന വാക്കിനും യാസ എന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ഇന്ന് ഈ പ്രഭാതത്തിലും ഞാൻ ആത്മനിറവിൽ പറയട്ടെ, ഇത് ഏതിൻ്റെ അകത്തുനിന്നാണോ എനിക്കും താങ്കൾക്കും ഒരു വിടുതൽ വേണ്ടത്, അത് തന്ന് രക്ഷിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. അയാസ എന്ന പദം താങ്കളുടെ പ്രതിസന്ധികളിൽ സഹായിക്കുന്ന ഒരു എബ്രായ പദമാണെങ്കിൽ വ്യക്തമായും അങ്ങനെ തന്നെയാണ് യാസ എന്ന പദത്തിന് എബ്രായ മൂലപദം. പ്രതിസന്ധികളിൽ സഹായിക്കുക, വിടുവിക്കുക, സ്വതന്ത്രമാക്കുക. ഞാൻ ഇന്ന് ആത്മനിറവിൽ പറയുന്നു, യാസ എന്ന പദം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യാനായി പോവുകയാണ്. Glory to Jesus. പഴയ നിയമത്തിൽ ശാരീരികവും ഭൗതികവുമായ വിടുതലിനെ കുറിച്ച് പറയാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ രക്ഷയിലും ഭൗതിക സംരക്ഷണം, ആരോഗ്യം, സൗഖ്യം, സമാധാനം എന്നീ അർത്ഥങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ രക്ഷ എന്ന പദം പാപത്തിൽ നിന്നുള്ള ആത്മീയ വിടുതലിനെയാണ് അർത്ഥമാക്കുന്നത്. പാപത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ രക്ഷ എന്നതാണ് വേദപുസ്തകത്തിന്റെ മുഖ്യ വിഷയം. Glory to Jesus. അങ്ങനെയാണെങ്കിൽ എന്താണ് രക്ഷ എന്ന് റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരം, രക്ഷയാൽ ക്രിസ്തു മരിച്ചിട്ട് പിതാവായ ദൈവത്തിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മളും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. രക്ഷ മനുഷ്യരെ നിത്യമായ മരണത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ചയിൽ നിന്നും ക്രിസ്തുവിന്റെ മരണം, പുനരുത്ഥാനം എന്നിവയാൽ വിടുവിക്കുന്നു. രക്ഷയിൽ ദൈവിക നീതീകരണവും അടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ തിരുവെഴുത്തിൽ പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് പഴയ നിയമം സംബന്ധമായും പുതിയ നിയമ സംബന്ധമായും രക്ഷയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് കേവലം ഭൗതിക വിടുതലിൽ മാത്രം ഒതുങ്ങുന്നൊരു പദമല്ല യാസ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഭൗതിക വിടുതൽ ഉൾപ്പെടാത്ത ഒരു വാക്കുമല്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നാം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, നാം ഓരോരുത്തരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, അതേ സുഹൃത്തെ, താങ്കൾ ഇന്ന് ഞെരുങ്ങുന്ന ആ അവസ്ഥയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, അതേ പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളെ ഞെരുക്കുന്ന ആ ചിന്തകളിൽ നിന്ന് താങ്കൾ വിടുവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, അതേ സുഹൃത്തെ, താങ്കൾക്കൊരു മുന്നേറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്ന് താങ്കൾ വിടുവിക്കപ്പെടണം, രക്ഷ നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ തന്നിരിക്കുന്ന ഏറ്റവും നല്ല രക്ഷയുടെ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. രക്ഷ പഴയ നിയമത്തിൽ ആത്മീയ വിടുതൽ എന്നതിനേക്കാൾ ഉപരി ഭൗതിക വിടുതലായിട്ടാണ് കാണുന്നത്. അവിടെ രക്ഷ വ്യക്തിപരം എന്നതിനേക്കാൾ ഉപരി സാമൂഹികമാണ്. പഴയ നിയമകാലത്ത് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്
ഇസ്രായേൽ എന്ന ജനസമൂഹത്തിന്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു. അയാൾ ദൈവത്തിന്റെ പ്രതിപുരുഷനെ പോലെ പ്രവർത്തിച്ചു. അയാളിലൂടെ ദൈവം വീര്യപ്രവർത്തികൾ ചെയ്തു. എന്നിരുന്നാലും പഴയ നിയമത്തിലും രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന ചിന്ത ആഴത്തിലുണ്ടായിരുന്നു. നമുക്ക് പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം പഴയ നിയമത്തിലും രക്ഷ എന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സുഹൃത്തേ, എത്ര പ്രസംഗങ്ങൾ കേട്ടാലും, എത്ര പ്രാർത്ഥിപ്പിച്ചാലും രക്ഷ ഓരോരുത്തർക്കും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് പകലിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, രക്ഷയ്ക്ക് വേണ്ടി ഒരു കരം കർത്താവ് നമ്മുടെ നേരെ നീട്ടും. അതെ, മുങ്ങിത്താഴുന്ന അനുഭവത്തിലും പത്രോസ് വേഗത്തിൽ കർത്താവിന്റെ നേരെ തന്റെ കരങ്ങളെ നീട്ടിയപ്പോൾ ആ കടലിന്റെ ഉപ്പുവെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി വീർത്ത് ചത്തുപോകാൻ അനുവദിക്കാതെ വണ്ണം തക്ക സമയത്ത് നസറായന്റെ കരം നീട്ടി അവനെ ആ ഉപ്പുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ, പ്രിയപ്പെട്ട സുഹൃത്തേ, താങ്കളും ഏതിലൊക്കെയോ മുങ്ങിത്താഴ്ന്നു പോകുമോ? ഞാൻ ഈ അവസ്ഥയിൽ മുങ്ങിത്താഴ്ന്നു പോകുമോ? ഞാൻ ഈ അവസ്ഥയിൽ വീർപ്പ് മുട്ടുമോ? ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു, ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ താങ്കൾ ചിന്തിക്കുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന യേശു രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ ശക്തനാണെന്ന് വിശ്വസിച്ച് പത്രോസ് കൈ കൊടുത്തതുപോലെ ഇന്ന് താങ്കൾക്കും ആ കരങ്ങളൊന്ന് നീട്ടാൻ കഴിയുമെങ്കിൽ അവൻ ആ കരം തട്ടി മാറ്റത്തില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, അവൻ ആ കരം തട്ടി മാറ്റത്തില്ല. എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ന്നു നിൽക്കുന്നവനെ വലിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ. പത്രോസ് നോക്കിയപ്പോൾ താൻ ആ ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാ. കർത്താവിലേക്ക് നോക്കിയപ്പോൾ അവൻ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുകയാ. ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ചയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തിക്കയറ്റാൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് കൈ കൊടുക്കാൻ ഈഗോ കാണിച്ചില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരു രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന താങ്കൾ ആ കരമൊന്ന് താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയേ, അവൻ നിന്റെ കരത്തെ പിടിക്കാൻ ശക്തനാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നോഹയെ ദൈവം തെരഞ്ഞെടുത്തത് അവന്റെ കുടുംബത്തെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അബ്രഹാമിനെ വിളിച്ച് ഒരു ദേശവും രാജ്യവും മറ്റനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ നൽകി. അവനിലൂടെ അവന്റെ സന്തതികൾ മാത്രമല്ല, ഭൂമിയിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 12-1 മുതൽ 3 വരെ യോസെഫ് ഈജിപ്തിൽ നിന്ന് രാജഭരണത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിനാൽ അവന്റെ പിതാവും സഹോദരങ്ങളും ക്ഷാമകാലത്ത് സമൃദ്ധിയോടെ മിസ്രയീമിൽ ജീവിച്ചു. എന്നാൽ പിന്നീട് അവർ അവിടെ തന്നെ അടിമത്തത്തിലായപ്പോൾ അവരുടെ വിടുതലിനായി ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അധ്യായങ്ങൾ നോക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് എസ്തേറിനെ ദൈവം രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി ഉയർത്തിയത്. ഇസ്രായേൽ ജനത്തെ സമൂലമായ നാശത്തിൽ നിന്നും വിടുവിക്കാൻ ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠകരമായ പദ്ധതിയായിരുന്നു ഒരു കൊച്ചു കുടിലിൽ ഒന്നുമല്ലാതെ കിടന്ന എസ്തേറിനെ രാജകൊട്ടാരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ പഴയ നിയമം നോക്കുകയാണെങ്കിൽ ഭൗതികമായ വിടുതലിന് വേണ്ടി ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചു എങ്കിൽ, പുതിയ നിയമത്തിൽ രക്ഷയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ യേശു എപ്പോഴും രക്ഷയെ ദൈവരാജ്യവുമായി ബന്ധിപ്പിച്ചാണ് സംസാരിച്ചത്. രക്ഷ ദൈവരാജ്യത്തിന്റെ ഒരു വർധനവായിരുന്നു. ദൈവം സർവാധികാരിയായിരിക്കുന്നതും യഥാർത്ഥവുമായ ഒരു പ്രദേശത്തെയാണ് ദൈവരാജ്യം സൂചിപ്പിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ സർവാധികാരി യേശുവാണ്? ആമേൻ. ഈ വിധമുള്ള ദൈവരാജ്യവും രക്ഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ രക്ഷ ദൈവത്തിൽ നിന്നും വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ മരുഭൂമിയിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും പിശാചിനെ ജയിച്ചവനായി തിരികെ വന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. പുതിയ നിയമത്തിലെ രക്ഷ നിങ്ങൾ കണ്ടോ? പുതിയ നിയമത്തിലെ രക്ഷ ജയിക്കുന്ന അനുഭവമാണ്. പുതിയ നിയമത്തിലെ രക്ഷ ജയിക്കുന്ന അനുഭവമാണ്.
പഴയ നിയമത്തിൽ നമ്മൾ ഏതിൻ്റെയൊക്കെയോ അകത്തു നിന്ന് വിടിവിക്കപ്പെട്ട് വന്നു എങ്കിൽ, പെട്ടെന്ന് സേവ് ചെയ്യപ്പെട്ടിങ്ങനെ വന്നു എങ്കിൽ, പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് ജയിക്കുന്ന അനുഭവമാണ്. സുഹൃത്തെ, യാക്കോബിന്റെ ലേഖനം വായിച്ചാലും, പത്രോസിന്റെ ലേഖനം വായിച്ചാലും, പൗലോസ്ലീഹയുടെ ലേഖനം വായിച്ചാലും, സുവിശേഷങ്ങൾ വായിച്ചാലും, രക്ഷ വ്യക്തിപരമാണ്. ഓരോ വ്യക്തിക്കും രക്ഷയുടെ അനുഭവവും സന്തോഷവും ഉണ്ടാകുന്നത് താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരിൽ നിന്നും ജയിക്കുന്നതിലൂടെയാണ്. പുതിയ നിയമത്തിൽ രക്ഷ നമുക്കൊരു സന്തോഷമായി മാറുന്നത് താങ്കൾ പലതിനെയും കീഴ്പ്പെടുത്തുമ്പോഴാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കീഴ്പ്പെടുത്തുമ്പോഴാണ്. ഫാസ്റ്റിങ്ങിൽ നിന്ന് യേശുവിനെ ശത്രു പരീക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ യേശു കീഴ്പ്പെടുത്തുകയല്ല, യേശു കീഴടക്കുകയാണ്. ഇന്ന് താങ്കളെ ഭരിക്കുന്ന ചില ചിന്തകൾ, താങ്കളെ ഭരിക്കുന്ന ചില വികാരങ്ങൾ, താങ്കളെ ഭരിക്കുന്ന ചില ആശയങ്ങൾ, താങ്കളുടെ മേൽ വാഴുന്ന ചില ആരോപണങ്ങൾ, ഭീഷണികൾ, ഭയം, അതിനെ താങ്കൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ഒരു രക്ഷയുടെ ശക്തിയും സന്തോഷവും താങ്കളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയട്ടെ. Glory to Jesus. അതുപോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ എല്ലാം ആത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ ഒന്നും തന്നെ നാം അവിടെ ആത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കാണുന്നില്ല. കണ്ടോ, ഞാൻ തുടക്കത്തിൽ വായിച്ച യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. വീണ്ടും ഈ വായിച്ച വചനം കണ്ടോ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അതിനുവേണ്ടി അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് സുഹൃത്തെ, ദൈവാത്മാവ് ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു അനുഭവമാണ്. താങ്കൾ ഏതൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും താങ്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് പോരാട്ടമില്ലെന്നല്ല, പക്ഷേ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടു മാറത്തില്ല. അതിനെ ജയിക്കാനും അതിനെ കീഴടക്കാനും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതാണ് ദൈവരാജ്യം നമുക്ക് തരുന്ന സന്ദേശം. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രക്ഷ ഒരാത്മീയമായ വീണ്ടും ജനനമാണ് എന്നാണ്. യേശു നിക്കോദിമോസിനോട് പറയുന്നത് അത് ഉയരത്തിൽ നിന്നും സംഭവിക്കുന്ന ജനനമാണെന്നാണ്. വീണ്ടും ജനനം പ്രാപിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ രക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിയാണോ? കാരണം രക്ഷ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ലെന്നും, രക്ഷയുടെ അനുഭവമില്ലാത്തൊരു വ്യക്തിക്ക് ചിലതിനെ ജയിക്കാൻ കഴിയുകയില്ലെന്നും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നത് രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്നും, റോമർക്ക് എഴുതിയ ലേഖനം 4:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണമാണെന്നും, 2 കൊരിന്ത്യർ 5:18-19 വാക്യങ്ങൾ പറയുന്നത് രക്ഷ ദൈവത്തോടുള്ള നിരപ്പാണെന്നും,
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ അധ്യായം പറയുന്നത് അത് വീണ്ടെടുപ്പാണെന്നും റോമർ 6-ാമത്തെ അധ്യായം രക്ഷ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് എന്നുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചെറിയ ഒരു സന്തോഷവും ചെറിയ ഒരു വിഷയവുമല്ല ഞാൻ ഇന്നിവിടെ കൈമാറുന്നത്. രക്ഷ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ അനുഭവങ്ങളും രക്ഷയുടെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് എന്നാണ് നാം ഇന്ന് വായിച്ച വചനം. പഴയ നിയമം പുതിയ നിയമം ഒരുപോലെ പറയുന്ന ഒരു സത്യമുണ്ട്. രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു. എന്നാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പുതിയ നിയമത്തിൽ നമ്മൾ രക്ഷകനായി യേശുക്രിസ്തുവിനെ കാണുന്നു എന്നതാണ്. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും രക്ഷയിലേക്കുള്ള ഏക വഴിയും. അങ്ങനെ രക്ഷയുടെ സുവിശേഷത്തിന്റെ കേന്ദ്ര ആശയം അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മളിപ്പോൾ വായിച്ചതുപോലെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്നാണ് സുഹൃത്തെ. രക്ഷ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാകുന്നതാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യവും പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇത്രയും വലിയ സത്യങ്ങൾ നാം ഓരോരുത്തരും അറിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വചനത്തിന്റെ റെഫറൻസുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയുകയോ പഠിക്കുകയോ ചെയ്യാനുള്ള സാഹചര്യമില്ലായിരിക്കും. പക്ഷേ സുവിശേഷത്തിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും താങ്കൾക്കൊരു പൂർണ്ണമായ ജയം, കർത്താവിനോട് കൂടെയുള്ള വാസം, അത് ദൈവം ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഉറപ്പാക്കേണ്ടത് ഒരുവൻ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്, എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നമ്മെ രക്ഷയിലേക്ക് കർത്താവ് നടത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു ആത്മാവിന്റെ മാത്രമല്ല. നിങ്ങളുടെ ഏത് അവസ്ഥയിൽ നിന്നും നിങ്ങൾ യേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ആ അവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷ ചെയ്തെടുക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങൾ കടഭാരത്തിന്റെ ബുദ്ധിമുട്ടിലായിരിക്കാം, വിവാഹം നടക്കാത്തതിന്റെ പ്രശ്നത്തിലായിരിക്കാം, ഒരു ജോലിയില്ലാത്തതിന്റെ പ്രശ്നത്തിലായിരിക്കാം, വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അസ്വസ്ഥതകളോ ആയിരിക്കാം, ഒരാത്മീയ സംബന്ധമായിട്ടുള്ളൊരു വിഷയമായിരിക്കാം, ഭവനമില്ലാത്തതോ ആരോഗ്യം ഇല്ലാത്തതിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും യേശുവിന് നിങ്ങളെ സ്പർശിക്കുവാനും യേശുവിന് നിങ്ങളെ വിടുവിക്കുവാനും കഴിയും. സുഹൃത്തെ, നിങ്ങൾ വിശ്വസിക്കുക, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നു: നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതെ, താങ്കൾ ഒരു രോഗം കൊണ്ട് അസ്വസ്ഥപ്പെടുകയും ഭയപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ താങ്കൾക്ക് വേണ്ടി, നിങ്ങളുടെ നീതിക്ക് വേണ്ടി, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വചനമാണിത്. രക്ഷ വ്യക്തിപരമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് ഉറപ്പുവരുത്തൂ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആ രക്ഷയുടെ നാമം ഏറ്റുപറയും. നിങ്ങളത് ഏറ്റുപറയുന്നത് സാത്താന്റെ സാമ്രാജ്യത്തിന് ഭയങ്കര ഭീഷണിയാണ്.
സാത്താന് നിങ്ങളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും തകർന്നു പോകുകയാണ്. സാത്താന് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വാധീനങ്ങളും അതിലൂടെ തകർന്നു പോവുകയാണ്. സാത്താന് നിങ്ങളുടെ മേലുള്ള എല്ലാ ആരോപണങ്ങളും തകർന്നു പോകുകയാണ്. രക്ഷ വ്യക്തിപരമാണ്. നാം രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമുണ്ട്. ഒരിക്കലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. താങ്കൾ രക്ഷിക്കപ്പെടുന്നത് താങ്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഈ സത്യം അറിയുന്ന എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ ഈ സത്യത്തിലൂടെ വഴി നടത്തുമ്പോൾ ഞാൻ പറയുന്നു, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവിന്റെ ശക്തിയിൽ താൻ അതിനെ തകർത്ത് ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നതുപോലെ നിങ്ങൾക്ക് പരാജയമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കാൻ രക്ഷയുടെ ശക്തിയും സന്തോഷവും അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇന്ന് നമുക്ക് ആ രക്ഷകന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താങ്കൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ അത് ഏറ്റുപറയുക. കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ ആത്മാവിൻ്റെയും പ്രാണന്റെയും ശരീരത്തിൻ്റെയും കർത്താവായി ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ ബുദ്ധിയുടെയും മുഴുവികാരമണ്ഡലങ്ങളുടെയും കർത്താവ് അങ്ങാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങ് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മോചനത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്നും അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നും അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും ഉയർത്തെഴുന്നേറ്റു എന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് മറുവിലയായ ദിവ്യ സ്നേഹമേ, ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഈ ലോകത്തിന്റെ ഒരു തിന്മയിലും അകപ്പെടാതെ വണ്ണം, ഈ ലോകത്തിന്റെ ഒരു സ്വാധീനങ്ങളിലും പെട്ടുപോകാതെ വണ്ണം എന്നെ കരുതിക്കൊള്ളണമേ. രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ കൃപ തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചുകൊള്ളണമേ. സ്വർഗീയ സാന്നിധ്യം നൽകി എന്നെ നടത്തണമേ. എന്നെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിങ്ങളെ കർത്താവ് സ്വീകരിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ഞാനിനി പൊതുവായി പ്രാർത്ഥിക്കാനായി പോകുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30, വൈകുന്നേരം 6:30 നമ്മുടെ ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നു. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലോ നോർമൽ കോൾസിലൂടെയോ ഒക്കെ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. സ്വർഗീയ പിതാവേ, എന്നെ ഈ കാണുന്ന ഓരോ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇവർ ദൈവത്താൽ സ്പർശിക്കപ്പെടട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു സ്വസ്ഥതയും സന്തോഷവുമുള്ള ഒരാഴ്ച ദൈവം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. എല്ലാ നന്മകളാലും നിറച്ചട്ടെ. ഇവരെയും ഇവർക്കുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ഞാൻ ആശംസിക്കുന്നതോടൊപ്പം ഒരു ശുഭദിനം ഞാൻ പറയുന്നു. ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക്. അടുത്ത വചനവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ.